ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളിന്നൊരു മോരുകറി ഉണ്ടാക്കാൻ പോണ വീഡിയോ ആണ് ഇട്ടുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫാണ്. ഞങ്ങളെല്ലാവരും ഒരു വീട്ടിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ സാധാരണ അമ്മയാണ് മോരുകറിയൊക്കെ അമ്മയാണ് ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ അമ്മയ്ക്ക് സർജറി ചെയ്യേണ്ടിയിരിക്കുകയാണ്, കണ്ണിൻ്റെ തിമിരത്തിൻ്റെ ഒരു സർജറി ചെയ്യേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ കിച്ചൻ്റെ അതോറിറ്റി ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വിചാരിച്ചു. അച്ചുട്ടാ, നമുക്കൊരു മോരുകറി ഉണ്ടാക്കി നോക്കിയാലോ? അച്ചുട്ടിന് മോരുകറി ഇഷ്ടമുണ്ടാ? അച്ചുട്ട എരി കൂട്ടുവോ? അപ്പൊ പറഞ്ഞവരോട് നമുക്കൊരു മോരുകറി ഉണ്ടാക്കാൻ പോവാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അല്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്ന് തന്നെ മറക്കരുതിട്ടാ പറയും. അപ്പൊ നമ്മൾ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളരിക്കായ വേവിക്കാൻ വെച്ചെടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടാണ് നമ്മൾ ഇത് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇനി കുറച്ച് 2-3 തണ്ട് വേപ്പിൻ്റെ ഇല കൂടി ഇടണം. അത് പുറത്തുനിന്ന് പൊട്ടിച്ചിട്ട് വേണം. അപ്പോൾ ഞാനത് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാനിതിൽ മോരുകറിക്ക് വേണ്ടിയിട്ട് നാളികേരം, ചെറിയ ഉള്ളി, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അരച്ചെടുക്കണം. നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് തൈരൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ട് നമ്മൾ അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. തൈര് ഉപയോഗിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കണത്. അപ്പം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കട്ടെ. എനിക്ക് ആദ്യം കുറച്ച് തൈര് ഒഴിക്കണുള്ളൂ കേട്ടോ. അപ്പം നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ കുഞ്ചു അവിടെ ഇരുന്നിട്ട് നല്ല ഡ്രോയിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവള് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ളത്, ഹാപ്പി ബർത്ത്ഡേ എന്ന്. ആരുടെ ബർത്ത്ഡേ? ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണോ? അപ്പോൾ കുഞ്ചു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചിത്രമൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് ഇത് അരഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തൈരും കൂടി ചേർത്തിട്ട് അത് ഒന്ന് കറക്കിയാൽ മതിയാവും കേട്ടോ. അങ്ങനെ ഞാൻ ബാക്കിയുള്ള തൈരും കൂടി ഇതിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടി കറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരപ്പൊക്കെ. ഇനി നമ്മുടെ വെള്ളരിക്കായൊക്കെ നന്നായിട്ട് വേവുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഒരു വേപ്പിൻ്റെ ഇല പൊട്ടിച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ വേപ്പിൻ്റെ ഇതായിട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊന്നും പൊട്ടിക്കാൻ തോന്നില്ല. ആകെ 2 അല്ലേ ഉള്ളൂ. അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ ചീത്ത പറയാം. എന്നാലും നമുക്ക് 2 അല്ലി പൊട്ടിക്കാം. എന്ത് ചെയ്യണ് 2 പേരും? അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു 2 വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുള്ളൂ. മറ്റേത് നമുക്ക് താളിക്കുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. അച്ഛൻ കണ്ടതിന് ചീത്ത പറയും. അച്ഛനാണ് വേപ്പിൻ്റെ ഇതൊക്കെ നോക്കണ ആള്. അപ്പോൾ അതിൻ്റെ മുകളിൽ ആകെ ഒന്നുമില്ലല്ലോ. ഉള്ളതൊക്കെ ഞാൻ പൊട്ടിക്കാറുണ്ട് ഇതുപോലെ. എന്തിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കണ്ട കേട്ടോ. മോരുകറി എന്താവുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. ആദ്യമായിട്ട് വെക്കണ കാരണം കൊണ്ട് നന്നാവോന്നൊന്നും അറിയില്ല. നോക്കി നോക്കാം. അപ്പം നമ്മുടെ വെള്ളരിക്കായൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി. ഇനിയിപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഈ അരപ്പ് ഒഴിച്ചെടുക്കാൻ പോവാം കേട്ടോ. അരപ്പ് നല്ല ലൂസിലായ കാരണം കൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ ആ അരപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കഷ്ണം ഇത്തിരി കുറവാന്ന് തോന്നുന്നു. വേറെ കഷ്ണമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. വെള്ളരിക്കായി മാത്രമേ വെച്ചിട്ട് ഞാൻ ഇത് ഉണ്ടാക്കണത് കേട്ടോ. അപ്പം ഞാനിതിൽ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മോരുകറി ഇങ്ങനെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോര് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കാൻ പാടില്ല എന്നാണ് അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇത് തളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ചട്ടി അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും വറ്റൽമുളകും ഉലുവയും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഏകദേശം ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടണില്ല. വെളിച്ചെണ്ണ ചൂടായിട്ടില്ല തോന്നുന്നു. അങ്ങനെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വറ്റൽമുളകും ഉലുവയും ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത്
ഇതിലേക്ക് ഒഴിക്കാം. മോരുകറിയൊക്കെ ഒഴിക്കാം കേട്ടോ. അപ്പം നമ്മുടെ മോരുകറിക്ക് ഇതൊക്കെ ഒഴിച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഞാൻ ലേഗിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ഈ മോരുകറി ലേഗിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് കേട്ടോ. കഴിച്ചോടി. എന്താ എങ്ങനെ ഉണ്ട്? എന്താ എന്തെങ്കിലും കൂടുതൽ കമ്മിയുണ്ടോ? പുളി കൂടുതലാ? കുഴപ്പമില്ല അല്ലേ? പുളി കുറച്ച് കൂടുതലുണ്ട് തോന്നുന്നുണ്ട്. അല്ലാണ്ട് ഇഷ്ടമൊന്നുമില്ല. അച്ഛന് ഇഷ്ടാവൂല്ലേ? അച്ഛന് പുളി നല്ല ഇഷ്ടമാണ്. അപ്പം അച്ഛന് ഇഷ്ടം. ഇവരൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അനിയൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരിമ്പിൻ ജ്യൂസ് ഞങ്ങൾക്ക് പാഴ്സൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കരിമ്പിൻ ജ്യൂസൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്താണ് രതീഷേട്ടൻ ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ്സ് കൊണ്ടുവരുന്നത്. അലുവയും പാഡിങ് ജിലേബിയും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് പിള്ളേർക്കൊക്കെ കൊടുത്തു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.